ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി 91 സങ്കീർത്തനം 4 വാക്യം. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. 91 സങ്കീർത്തനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ്. ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഈ സങ്കീർത്തനം കാണാതറിയാം. ഇത് ഇത്രയേറെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് നമ്മളെ മറയ്ക്കുന്ന ഒരു ദൈവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അപ്പം യാതൊരു ദുഷ്ടശക്തികൾക്കും നമ്മെ തൊടാൻ കഴിയാത്ത പോലെ മറയ്ക്കുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവ്. എത്ര വലിയ പ്രതിസന്ധി നിങ്ങൾക്ക് മുമ്പിൽ വന്നാലും ദൈവം നിങ്ങളെ മറയ്ക്കും എന്നുള്ളത് ഓരോ ദൈവമക്കളുടെ ഉറപ്പാണ്. അതെങ്ങനെയാണ് മറയ്ക്കുന്നതെന്നാണ് 4 വാക്യത്തിലൂടെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്നത്. അതാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് കോഴിയുടെ ഉത്തരവാദിത്തമാണ്. ഈ കുഞ്ഞുങ്ങളെ കോരിക്കൊണ്ടു പോകുവാൻ പരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറക്കുമ്പോൾ ഈ കോഴി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, തൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം തൻ്റെ തൂവലിൻ്റെ അടിയിൽ കയറ്റും. എത്ര വലിയ പരുന്ത് ഈ കോഴിയുടെ കുഞ്ഞുങ്ങളെ അപഹരിക്കാൻ ശ്രമിച്ചാലും ഈ തൂവലുകളുടെ സംരക്ഷണത്തിന്റെ കീഴിൽ വന്ന് ഈ കുഞ്ഞുങ്ങളെ അപഹരിക്കാൻ പറ്റത്തില്ല. അതേ ആശയത്തിൽ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. മനുഷ്യ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ ഒരു മറവ് ഓരോ ദൈവമക്കൾക്കും ഉണ്ട്. തൻ്റെ തൂവല് കൊണ്ട് മറയ്ക്കുന്ന പോലെ ദൈവം നമ്മളെ മറയ്ക്കും. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ഇരിക്കുമ്പോൾ സകല വീടുകളും സംഹാരകൻ കയറിയപ്പോൾ രക്തത്തിൻ്റെ അടയാളമുള്ള വീടുകൾ ഭദ്രമായിരിക്കുകയും ആ രാജ്യത്തെ കുടില് തൊട്ട് കൊട്ടാരം വരെ സകല വീടുകളിലും ആദ്യജാതന്മാർ ഛേദിക്കപ്പെട്ടപ്പോൾ രക്തത്തിൻ്റെ അടയാളമുള്ള വീടുകൾ ഭദ്രമായിരുന്നത് പോലെ ഏതെല്ലാം അനർത്ഥങ്ങൾ നിന്റെ ലൈഫിൽ വന്നാലും നിന്നെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, നിന്റെ ചിറകിൻ്റെ കീഴിൽ എന്നെ മറയ്ക്കണമേ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, രാത്രിയിലെ ഭയവും പകൽ പറക്കുന്ന അസ്ത്രവും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനും ഞങ്ങൾക്കെതിരെ പാഞ്ഞു വന്നാലും അങ്ങയുടെ തൂവലിൻ്റെ കീഴിൽ ഞങ്ങളെ മറച്ചു പിടിച്ചിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവത്തിൻ്റെ ചിറകിൻ്റെ നീഴിൽ നീ ശരണം പ്രാപിച്ചോ, അവൻ നിന്നെ മറയ്ക്കും. ഗോഡ് ബ്ലെസ് യു.